ഉയർന്ന ചൂടിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത. പാലക്കാടിന് പുറമെ തൃശൂർ ജില്ലയിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു. കൊല്ലത്തും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുകയാണ്. അതിരൂക്ഷമായ ജലക്ഷാമമാണ് കൈനകരി പഞ്ചായത്തിലെ 15 വാർഡുകൾ നേരിടുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഹരികൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനമാകെ ചുട്ടുപൊള്ളുകയാണ്. ഉഷ്ണതരംഗ മുന്നറിയിപ്പാണ് പല ജില്ലകളിലും. തൃശൂർ, കൊല്ലം, പാലക്കാട് ജില്ലകളിലൊക്കെ ഉഷ്ണതരംഗ മുന്നറിയിപ്പാണ്. വരൾച്ചയുടെ ഒരു കാലം കൂടിയാണ് ഇനി വരാനിരിക്കുന്നതെന്നുള്ള മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് അറിയുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഒരു വരൾച്ച അനുഭവിക്കുന്ന ഒരു പ്രദേശവാസികളുണ്ട്. ആലപ്പുഴ കുട്ടനാട് കൈനകരിയിലെ കുറേ ആളുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശുദ്ധജലക്ഷാമം നേരിടുകയാണ്. കുടിവെള്ളം കിട്ടാക്കനെയാണ് ഇവിടുത്തുകാർക്കെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ബക്കറ്റുകളാണ്. അതായത് ഇവിടെ ഈ ശുദ്ധജലം വള്ളത്തിലാണ് കൊണ്ടുവരുന്നത്. ആ വെള്ളത്തിന് വേണ്ടിയിട്ട് ദിവസങ്ങളായി, ഏകദേശം 9 ദിവസങ്ങളായി എടുത്തു വെച്ചിരിക്കുന്ന ബക്കറ്റുകളാണ്. ഇതിലൊന്നും വെള്ളമില്ല എന്നുള്ളതാണ്. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പോലും വെള്ളം ലഭിക്കാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ഇത് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് അധികാരികൾ ചെവിക്കൊണ്ടില്ല എന്നുള്ളൊരു ആവശ്യം കൂടിയുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഈ തണ്ണീർമുക്കം പണ്ട് തുറന്നതോടുകൂടി ഇവിടെ ഓരുവെള്ളം കയറിയിട്ടുണ്ട്. ഈ ഉപ്പ് വെള്ളമാണ്, അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഈ ശുദ്ധജലക്ഷാമം നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അവർ ഈ ആറ്റിലെ വെള്ളം അത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ തണ്ണീർമുക്കം പണ്ട് തുറന്നതോടുകൂടി അതുകൂടി ഇല്ലാതായ ഒരു അവസ്ഥ കൂടിയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ കുറേ നാട്ടുകാർ കൂടി ചേരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രതിസന്ധിയാണ്, വെള്ളമാണ്, ജീവിക്കാൻ ജലം ആവശ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത്രയധികം കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇനിയൊരു ഉഷ്ണതരംഗത്തിന് മുന്നറിയിപ്പ് കൂടി വെക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ആശങ്കയുണ്ട്. ഇവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട്. ആ പമ്പ് ഹൗസിൽ നിന്ന്, പള്ളാത്തുരുത്തിൽ നിന്നുമാണ് ഈ കൈനകരിയിലേക്ക് ഇത്തരത്തിൽ വെള്ളം കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ ജലവിതരണ പൈപ്പിൻ്റെ തകരാറുകൾ, അതുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നും വെള്ളം വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പം നമ്മളോടൊപ്പം നാട്ടുകാർ ചേരുന്നുണ്ട്. എന്താ കുറേ നാളുകളായി ഈ പ്രതിസന്ധി ഉണ്ടല്ലോ, എന്താ അവസ്ഥ? എന്താ നിങ്ങളുടെ അവസ്ഥ? എന്താ അവസ്ഥ? ഇല്ല, വെള്ളമില്ലാത്ത അവസ്ഥ. പിന്നെ ഞങ്ങൾ ഈ തോട്ടിലെ വെള്ളം അങ്ങനെ ഉപയോഗിക്കും. അതല്ലേ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അത് കുടിക്കാൻ പാടില്ല. പോര് വന്നതിനോട് കൂടി അങ്ങനെയുള്ള അവസ്ഥയാണ് ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി. 2-3 വർഷമായി വെള്ളമില്ലാതായിട്ട്. ഞങ്ങൾ 10,000 രൂപ കൊടുത്ത് കണക്ഷൻ എടുത്തിട്ടിരിക്കുക. വർഷം 3ആയി. കൊച്ചു ഊപ്പ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. എന്നും 60 രൂപ കൊടുത്ത് ഞങ്ങൾക്ക് വെള്ളം മേടിക്കാൻ ഒക്കുമോ? ഒക്കത്തില്ല. കഞ്ഞി വെക്കാൻ ഒക്കുമോ? കഞ്ഞി വെക്കാൻ മാർഗ്ഗമില്ല, കുടിക്കാൻ മാർഗ്ഗമില്ല, കുളിക്കാൻ മാർഗ്ഗമില്ല. ഒരു വെള്ളം കയറിയതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു തരുക. ഈ വെള്ളത്തെ കൊണ്ടുവന്ന് 2-3 ദിവസം കഴിയുമ്പോൾ അതങ്ങ് നിർത്തും. ഒരാഴ്ച കഴിയുമ്പോൾ അതങ്ങ് നിർത്തും. പിന്നെ ഞങ്ങൾക്ക് വെള്ളമില്ല. എന്ത് ചെയ്യും ജനങ്ങൾ? വെള്ളം ഈ ഉഷ്ണമാകുമ്പോൾ, ഈ ചൂടും കൂടെ ആയപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ കുഞ്ഞുങ്ങൾ വിഷമിക്കുക. കുടിവെള്ളമില്ലാതെ 60 രൂപ ഒരു കുപ്പി വെള്ളത്തിന്. ഒരു ദിവസം 5 കുപ്പി വെള്ളമൊക്കെ മേടിച്ചാൽ കഞ്ഞി വെക്കണം, കറി വെക്കണം, മറ്റുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിരിക്കുമെന്ന് സർക്കാർ എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരണം. ഈ കുടിവെള്ളം വിലയ്ക്ക് കൊടുത്ത് വാങ്ങേണ്ട ഒരു ദുരിതാവസ്ഥയിലേക്കാണ് ഇവർ പോകുന്നത് എന്നുള്ളതാണ്. അതിൽ കുറേ ആളുകൾ, ഇപ്പോൾ ഈ ഒരു വാർഡിലെ കുറച്ച് ആളുകളാണ് നമ്മളോടൊപ്പം ചേർന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിസന്ധി തന്നെയാണല്ലോ. അപ്പം ഈ തരത്തിൽ ഇപ്പം നിങ്ങൾ ആറ്റിലെ വെള്ളം ഉപയോഗിച്ചു കൊണ്ടിരുന്നു, ആ ഒരു സാഹചര്യമുണ്ട്. ഇപ്പം അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഉപ്പ ഇന്ന് 9 ദിവസമായി.